ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന മെഡിറ്ററി പ്രയർ ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുന്നു. അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് മാതാപിതാക്കൾ നമ്മുടെ കൂടെയായിരിക്കുന്ന മക്കളെ ശിരസ് കൈവച്ചും ദൂരെയായിരിക്കുന്ന മക്കളെ പേര് പറഞ്ഞും ആത്മീയമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ഒരു വർഷക്കാലം തുടർച്ചയായി നമ്മൾ നടത്തുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതത്തിൽ കൃപകൾ നിറയുവാൻ ആഗ്രഹിക്കുമ്പോൾ പല കുറവുകളുണ്ട്. ശിക്ഷണങ്ങളും ശാസ്ത്രങ്ങളും നൽകിയാൽ അത് ഒരു അടിത്തറയാണ്. അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജമാണ് മാതാപിതാക്കൾ തിരുത്തി കൊടുക്കൽ. പല മാതാപിതാക്കൾക്ക് ഇന്ന് മക്കളെ തിരുത്തി കൊടുക്കുവാൻ പേടിയാണ്. കാരണം മക്കൾ എങ്ങനെ ഇത് പ്രതികരിക്കും, മക്കൾ എങ്ങനെ അത് സ്വീകരിക്കും. ഒരുപക്ഷെ മക്കളെ പേടിച്ച് കഴിയുന്ന മാതാപിതാക്കളുണ്ട്, പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കൾക്ക് കീഴടങ്ങി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. മാതാപിതാക്കൾ മക്കളെ ഫോഴ്സ്ഫുള്ളി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നല്ല, അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനോ നല്ല നേട്ടങ്ങൾക്കോ അതിനെ താല്പര്യത്തിന് അവരെ വഴക്കി കൊടുക്കണമെന്നല്ലോ വഴക്കണമെന്നോ അല്ല, മറിച്ച് അവരെ കർത്താവിൻ്റെ ഉപദേശത്തിലേക്ക് സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക. ശിക്ഷണങ്ങളും ശാസ്ത്രങ്ങളും കൊടുക്കുന്നത് അവരെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ, അവർ തിരുത്തി കൊടുക്കുന്ന രീതിയിൽ, അവരാത്മാവിനെ നശിപ്പിക്കാതെ തിരികെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള അനുഗ്രഹത്തിൽ അവരെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനും തയ്യാറാവണം. വചനം എന്ന് പറയുന്നു, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം വചനം, ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ തിരുത്തലുകൾ അത് അനുഗ്രഹത്തിന് വേണ്ടിയാണ് തിരിച്ചറിയുവാൻ, അതൊരു സ്നേഹത്തിന്റെ ലാളനയുടെ തിരുത്തലായി മാറുവാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതം ക്രമപ്പെടട്ടെ. അങ്ങനെ മാതാപിതാക്കളും മക്കളും നമ്മുടെ കുടുംബജീവിതം ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹനിധികളായ മാതാപിതാക്കളെ നമ്മുടെ ജീവിതം മക്കൾ ഒരുമിച്ച് ആനന്ദത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ശിക്ഷണങ്ങളോ തിരുത്തലുകളോ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവ സ്വീകരിച്ച് തെളിഞ്ഞ സ്വഭാവം കറയില്ലാത്ത പെരുമാറ്റ ശൈലിയും വഴിയായി എല്ലാവർക്കും മാതാപിതാക്കളും ഗുരുഭൂതർക്കും തന്നെ തിരുത്തി തരുന്നവരോടും സ്നേഹത്തോടുകൂടി നന്ദിയോട് നിലകൊള്ളുവാനും അതൊക്കെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഊർജ്ജമായി മാറ്റുവാനും കൃപയുണ്ടാകട്ടെ. ഇതുവഴി എപ്പോഴും വിനയത്തിൻ്റെയും എളിമയുടെ ശീലം നിറഞ്ഞുകൊണ്ട് ദൈവമേ അങ്ങനത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.